ഹലോ എവരിവൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിനക്സിൻ്റെ മാനുവൽ പേജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മാനുവൽ പേജസിനെ തന്നെയാണ് നമ്മൾ മാൻ പേജസ് എന്ന് പറയുന്നത്. അപ്പോൾ മാനുവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് മേടിക്കുമ്പോഴത്തേക്കും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിന് ഒരു മാനുവൽ കാണും. അപ്പോൾ ആ മാനുവൽ നോക്കിയായിരിക്കും നിങ്ങളത് ആ ഒരു ഗാഡ്ജറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലിനക്സിൻ്റെ കമാൻഡ് എങ്ങനെ പ്രോപ്പർലി യൂസ് ചെയ്യാം, അതിൻ്റെ പ്രോപ്പർലി ഒരു പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് റിട്രീവ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിനുള്ളൊരു ഡോക്യുമെൻറ്റേഷനാണ് ഈ മാനുവൽ പേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ കമാൻഡിൻ്റെ ജനറൽ സ്ട്രക്ചർ കണ്ടു. അതേപോലെ നമ്മൾ -- ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു. അപ്പോൾ അത് രണ്ടും അറിയാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ മാനുവൽ പേജസ് പഠിക്കേണ്ട ആവശ്യം എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ഡൗട്ടുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽ എന്ന് പറയുന്ന കമാൻഡ് നമുക്കൊന്നുകൂടെ ഒന്ന് യൂസ് ചെയ്യാം. കാൽ 2024 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2 ഇൻപുട്സാണ് കൊടുത്തത്. ഓക്കെ, അപ്പം 12 എന്ന് പറയുന്ന ഇൻപുട്ട് 2024 എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ കൊടുത്തു. അപ്പം 12-ാം മാസം 2024 12th മന്ത്, അതായത് ഡിസംബർ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഈ കമാൻഡ് ഒന്ന് മോഡിഫൈ ചെയ്യണം. കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് മോഡിഫൈ ചെയ്യണം. -A1-12-2024. അപ്പോൾ ഇവിടെ -A എന്ന് പറയുന്നത് ആഫ്റ്റർ എന്നും -B എന്ന് പറയുന്നത് ബിഫോർ എന്നുമാണ്. ഓക്കെ, ഈ -A കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ കൊടുത്ത വാല്യൂ ആ ഓപ്ഷൻ്റെ പാരാമീറ്ററായിട്ട് ഷെല്ലിൻ്റെ ഇൻ്റർപ്രറ്റർ എടുക്കത്തുള്ളൂ, അതൊരു ഇൻപുട്ടായിട്ട് എടുക്കത്തില്ല. ഓക്കെ, അതേപോലെ -B കഴിഞ്ഞ് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഓപ്ഷൻ്റെ പാരാമീറ്ററായിട്ട് ഷെല്ല് ഇൻ്റർപ്രറ്റ് ചെയ്യത്തുള്ളൂ. അതിന് ശേഷം വരുന്ന വാല്യൂ, അതായത് 12-2024, ഇതാണ് നമ്മുടെ കമാൻഡിൻ്റെ ഇൻപുട്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 12-2024 ആണ്. അതാണ് നമുക്കിവിടെ ഡിസംബർ 2024 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബാക്കി വരുന്ന ഓപ്ഷൻസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് ഡിസംബർ 12-2024 മുന്നേ ഉള്ള വാല്യൂ, മുന്നേ ഉള്ള ഒരു കലണ്ടറും ഡിസംബർ 2024 ശേഷമുള്ള ഒരു കലണ്ടറുമാണ് നമുക്കിവിടെ വേണ്ടത്. അതായത് ജനുവരി 2025, നവംബർ 2024, ആഫ്റ്റർ, ബിഫോർ. ഓക്കെ, അതാണ് ഇവിടെ. അങ്ങനെയാണ് ഞാൻ ഈ കാൽ എന്ന് പറയുന്ന കമാൻഡിനെ മോഡിഫൈ ചെയ്തത്. ഓക്കെ, നമ്മൾ ഈ കാൽ എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആയത്? നമ്മൾ ncal എന്ന് പറയുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കാൽ എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് ncal എന്ന് പറയുന്ന പാക്കേജ് മാത്രമല്ല apt റെപ്പോസിറ്ററിക്കകത്ത് കലണ്ടറിന് വേണ്ടി ഉള്ളത്. നമുക്ക് ഒരുപാട് പാക്കേജസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കലണ്ടറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പല പാക്കേജസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കലണ്ടർ കമാൻഡും ഈ ഒരു ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യണം എന്നില്ല. ഓക്കെ, ചില കലണ്ടർ പാക്കേജസ് ലൈക്ക് -A = 1 എന്ന് പറഞ്ഞ് കൊടുത്താലേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓരോ കമാൻഡിനും ഓരോ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇംപ്ലിമെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർ ബിഹേവ് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കമാൻഡ്സ് എല്ലാം എങ്ങനെ പ്രോപ്പർലി യൂസ് ചെയ്യാം, എങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് റിട്രീവ് ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ റിട്രീവ് ചെയ്യാം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗോ ടു റിസോഴ്സാണ് ഈ മാനുവൽ പേജസ് എന്ന് പറയുന്നത്. ഓക്കെ, മാനുവൽ പേജ് എന്ന് പറയുന്നത് ഒരു വലിയ ഫയലാണ്. അതിന് ബേസിക്കലി 8 സെക്ഷൻസാണ് ഉള്ളത്. ഈ 8 സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് ഈ മാനുവൽ പേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കമാൻഡ് ഉണ്ട്. മാനുവൽ പേജ് എങ്ങനെ റീഡ് ചെയ്യാം, അതെങ്ങനെ ആക്സസ് ചെയ്യാം, ഇതൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ മാനുവൽ പേജസിന് 8 സെക്ഷൻസ് ഉണ്ട്. ആ 8 സെക്ഷൻസാണ് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ നമ്പേഴ്സ് ജസ്റ്റ് ഒരു സീരിയൽ നമ്പറായിട്ട് ഞാൻ ഇട്ടതല്ല. ആ നമ്പേഴ്സ് എല്ലാം സെക്ഷൻ നമ്പേഴ്സാണ്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് മാനുവൽ പേജസിൻ്റെ സെക്ഷൻ 7 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസലേനിയസ് കമാൻഡ്സിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്യൂട്ടോറിയൽ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 1, സെക്ഷൻ 5, സെക്ഷൻ 8, അതായത് യൂസർ കമാൻഡ്സ്, ഫയൽ ഫോർമാറ്റ്സ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കമാൻഡ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
ഇതിൽ സിസ്റ്റം കോൾസ്, സി ലൈബ്രറി ഫങ്ഷൻസ്, ഡിവൈസസ്, അതായത് സെക്ഷൻ 2, 3 and 4. ഇത് ബേസിക്കലി നിങ്ങൾ എംബഡഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ ലിനക്സിൻ്റെ കേർണൽ ആക്സസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കോൾസിനെ പറ്റിയുള്ള മാനുവൽസാണ് ഈ സെക്ഷൻ 2-ലുള്ളത്. മാനുവൽ പേജസിൻ്റെ സെക്ഷൻ 2-ലുള്ളത്. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും സി ബേസ് ചെയ്തിട്ടുള്ള ലൈബ്രറി ഫംഗ്ഷൻസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മാനുവലാണ് ഈ സെക്ഷൻ 3-ലുള്ളത്. ഓക്കെ, അതേപോലെ ഫയൽ ഫോർമാറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലിനക്സ് ഫോളോ ചെയ്യുന്ന ചില ഫയൽ കൺവെൻഷൻസ് ഉണ്ട്. അതായത് ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിൻഡോസിൽ നിങ്ങൾ ഫയൽ എക്സ്റ്റൻഷൻസ് കണ്ടിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ ഇമേജ് ഫയൽ എടുത്താൽ JPG, PNG എന്നൊക്കെ പറയുന്ന എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. അത് ഫയൽസിന് അത് മസ്റ്റായിട്ട് വേണം എന്നുണ്ട്, ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ലിനക്സിന് ഈ ഫയൽ നെയിമിൻ്റെ കൂടെ ഫയൽ എക്സ്റ്റൻഷൻ വേണമെന്ന് നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ ലിനക്സ് ഫയൽ റീഡ് ചെയ്യുമ്പോൾ ഇതെന്ത് ടൈപ്പ് ഫയൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫയലിൻ്റെയും ടോപ്പിൽ ഇതെന്ത് ടൈപ്പ് ഫയലാണെന്ന് ആസ്കി കോഡിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ടാണ് ലിനക്സ് ഇതെന്ത് ടൈപ്പ് ഫയലാണെന്ന് കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഫയൽ മോഡിഫൈ ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നതിനൊക്കെ ഉള്ള മെത്തേഡ്സാണ് നമ്മൾ ഈ ഫയൽ ഫോർമാറ്റ്സ് വെച്ചിട്ട് ഫയൽ ഫോർമാറ്റുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കമാൻഡ്സ് ഉണ്ട്. അതിനാണ് ഈ സെക്ഷൻ 5 അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലിനക്സിൻ്റെ മാനുവൽ പേജസ് എങ്ങനെ റീഡ് ചെയ്യാം എന്നൊക്കെയുള്ള ഈ വീഡിയോ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സോ അന്നത്തെ പോലെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക, ഞാൻ കറക്റ്റ് ചെയ്യും. സോ താങ്ക് യു.